ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിലെ പുസ്തകങ്ങളെയും കൃതികളെയും കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ 6ാമത്തെ ക്ലാസ് ആണെന്ന്. മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃതികളെയും പുസ്തകങ്ങളെയും കുറിച്ചിട്ടാണ്. അതായത് മിക്ക PSC പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കൃതികൾ, അല്ലെങ്കിൽ അത് രചിച്ച ആളാരാണ് എന്ന ആ കൃതിയുടെ പേര് തന്ന, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേര് തന്നിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചോദിക്കുന്നത് റീസെൻ്റ്ലി മരിച്ച അല്ലെങ്കിൽ അന്തരിച്ച ആരുടെയെങ്കിലും പുസ്തകം ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയ പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഓൾറെഡി എടുത്ത കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കുറേ പുരസ്കാരങ്ങൾ കിട്ടിയ കൃതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിയോഗങ്ങൾക്കകത്തും നമ്മൾ അടുത്തിടെ അന്തരിച്ച പ്രമുഖരായ വ്യക്തികളുടെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് 2023-24 കാലഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഫേമസ് ആയിട്ടുള്ള മറ്റു വ്യക്തികളുടെ പുസ്തകങ്ങളെക്കുറിച്ചും കൃതികളെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കാക്കി മാധവ് റാവു, അതായത് മുൻ IAS ഉദ്യോഗസ്ഥനായ കാക്കി മാധവ് റാവു രചിച്ച പുസ്തകമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദ സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകം. ഇത് ആര് രചിച്ചതാണെന്ന് ചോദിച്ചാൽ ആരാണ്? മുൻ IAS ഉദ്യോഗസ്ഥനായ കാക്കി മാധവ റാവു രചിച്ച പുസ്തകമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദ സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകം. ഓക്കെ, ഇനി അടുത്തിടെ പുറത്തിറങ്ങിയ T പത്മനാഭന്റെ പുസ്തകമാണ് സഖാവ് എന്ന് പറയുന്നത് T പത്മനാഭന്റെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ നമ്മുടെ MB രാജേഷ് രചിച്ച പുസ്തകമാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം. പരാജയപ്പെട്ട കമ്പോള ദൈവം ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. ഈ പുസ്തകം ആരാ രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MB രാജേഷ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദ സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകം രചിച്ചത് കാക്കി മാധവ് റാവു ആണ്. സഖാവ് എന്ന പുസ്തകം, അടുത്തിടെ പുറത്തിറങ്ങിയ സഖാവ് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ T പത്മനാഭനാണെന്ന് ഓർത്തിരിക്കുക. ഇനി MB രാജേഷ് രചിച്ച പുസ്തകമാണേത്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം. ഇനി മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്. മാജിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ രചയിതാവ്, അതായത് ഗോപിനാഥ് മുതുകാടാണ് എന്ത് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഗോപിനാഥാണ്. നമ്മൾ മജീഷ്യൻ മുതുകാട് എന്നൊക്കെ പറയുന്ന ഗോപിനാഥ് മുതുകാടാണ് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത്. ഇനി കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ. ഇത് നമ്മൾ വിയോഗങ്ങൾക്കകത്ത് പറഞ്ഞ ഒരു പുസ്തകമായിരുന്നു. അതായത് സ്ത്രൈണം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇദ്ദേഹം മരിച്ചത് 2010 കൂടി ഇദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പുറത്തു വന്നത് 2023 അതുകൊണ്ട് തന്നെ ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. കഥകളി കലാകാരനായ ഇദ്ദേഹത്തിന്റെ ശിവരാമൻ, അതായത് കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് ഇത് സ്ത്രൈണം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇനി ഫ്ലാഷ് ബാക്ക്, സിനിമയുടെയും എന്റെയും എന്നത് KG ജോർജിന്റെ ആത്മകഥയാണ്. അന്തരിച്ച പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഫ്ലാഷ് ബാക്ക്, സിനിമയുടെയും എന്റെയും എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടെ ആത്മകഥയാണ്? നമ്മുടെ അന്തരിച്ച കലാകാരനായ KG ജോർജിന്റെ പുസ്തകമാണ് ഫ്ലാഷ് ബാക്ക്, സിനിമയുടെയും എന്റെയും എന്ന പുസ്തകം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണത്. ഇനി ദ ബ്രോക്കൺ ഗ്ലാസ് എന്നത് TN ശേഷന്റെ പുസ്തകമാണ്. ദ ബ്രോക്കൺ ഗ്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. TN ശേഷന്റെ പുസ്തകമാണ് ഇത് ദ ബ്രോക്കൺ ഗ്ലാസ് എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണിത്. ഇനി TN ശേഷൻ ആരായിരുന്നു? ഇന്ത്യയിലെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? TN ശേഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇത് ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി 2023 പ്രസിദ്ധീകരിക്കപ്പെട്ട ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എബ്രഹാം വർഗീസ് ആണ്. ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എബ്രഹാം വർഗീസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ സ്ലൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, ബ്രോക്കൺ ഗ്ലാസ്. ദ ബ്രോക്കൺ ഗ്ലാസ് എന്നുള്ളത് TN ശേഷന്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. ഇനി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എബ്രഹാം വർഗീസ് ആണ്. ഡോക്ടർ എബ്രഹാം വർഗീസ്. ഇനി മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക് എന്നത് ഏത് രാഷ്ട്രീയ നേതാവിന്റെ ഈയിടെ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അത് മണിശങ്കർ അയ്യരുടെ പുസ്തകമാണ്. ഏതെന്ന് പറയുന്നത് മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക് എന്ന പുസ്തകം. ഇനി ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K വേണുവിന്റെ ആത്മകഥയാണ് ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്നത്.
ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് നൽകുന്ന ആദ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ ഒരു കൃതിക്കാണ്, ഈ ഒരു ആത്മകഥയ്ക്കാണ്. അതായത് ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന കെ വേണുവിന്റെ ആത്മകഥയ്ക്കാണ് ഫെഡറൽ ബാങ്ക് നൽകിയ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇനി 2023 ജനുവരിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അംബേദ്കർ എ ലൈഫ് എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂരാണ് ഇത് ഓൾറെഡി പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശശി തരൂരാണ്. 2023 പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ് ഏത്? അംബേദ്കർ എ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം. ഇത് ഒരു വട്ടം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ പോയിന്റാണ്. ഇനി കേന്ദ്രമന്ത്രി അമിത്ഷാ ഈയിടെ റിലീസ് ചെയ്ത മെമ്മറീസ് നെവർ ഡൈ എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ള ജീവചരിത്രമാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ജീവചരിത്രമാണ്. അപ്പം അംബേദ്കർ എ ലൈഫ് എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ശശി തരൂരാണ്. മെമ്മറീസ് നെവർ ഡൈ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് അമിത്ഷായാണ്. ആരെക്കുറിച്ചാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് അമിത്ഷാ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ഏതെന്ന് പറയുന്നത് മെമ്മറീസ് നെവർ ഡൈ എന്ന പുസ്തകം. ഇനി വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് രചിക്കപ്പെട്ട എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് രചിക്കപ്പെട്ട എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഇനി വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചന്റ്സ് എന്ന ബുക്കിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പെഗ്ഗി മോഹനാണ്. പെഗ്ഗി മോഹനാണ് എന്ത്? വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചന്റ്സ് എന്ന പുസ്തകം രചിച്ചത്. ഇതിന് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച പുസ്തകമാണ് ഇത് വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചന്റ്സ് എന്ന പുസ്തകം. ഇതിന്റെ കർത്താവാണ് ആര്? പെഗ്ഗി മോഹൻ എന്ന് ഓർത്തിരിക്കുക. ഇനി ക്യാൻസർ വാർഡിലെ ചിരി, നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന പുസ്തകമാണ്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം രചിച്ചത് അന്തരിച്ച കലാകാരനായ ഇന്നസെന്റിന്റെ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം. അപ്പൊ പെഗ്ഗി മോഹന്റെ പുസ്തകം ഏതാണ്? വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചന്റേഴ്സ് എന്ന പുസ്തകമാണ് പെഗ്ഗി മോഹന്റെ പുസ്തകം. ഇനി മുണ്ടക ഉപനിഷത്ത് ദ ഗേറ്റ് വേ ടു എറ്റേണിറ്റി എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കരൺ സിംഗ് ആണ്. ഡോക്ടർ കരൺ സിംഗ് ആണ് എന്ത്? മുണ്ടക ഉപനിഷത്ത് ദ ഗേറ്റ് വേ ടു എറ്റേണിറ്റി എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കരൺ സിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിനുള്ള പട്ടികയിൽ ഇടം പിടിച്ച തമിഴ് സാഹിത്യകാരനായ പെരുമാൾ മുരുകന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പൈർ എന്ന കൃതിയാണ്. പൈർ എന്ന കൃതിയാണ് ആരുടെ കൃതിയാണ്? പെരുമാൾ മുരുകന്റെ കൃതിയാണ് ഏത്? പൈർ എന്ന കൃതി. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിനുള്ള പട്ടികയിൽ ഇടം പിടിച്ച തമിഴ് സാഹിത്യകാരന്റെ കൃതിയാണ് പൈർ. ഏത് സാഹിത്യകാരൻ? പ്രശസ്തനായ എഴുത്തുകാരനായ പെരുമാൾ മുരുകന്റെ പുസ്തകമാണ് പൈർ എന്ന പുസ്തകം എന്ന് ഓർത്തിരിക്കുക. ഇനി മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത് KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചറിന്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. ഇനി കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ നോവലായ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ എന്നതിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിം സ്റ്റാൻലി റോബിൻസൺ ആണെന്ന് ഓർത്തിരിക്കുക. കിം സ്റ്റാൻലി റോബിൻസൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അപ്പോൾ ഇതെന്താണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ നോവലായ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ എന്നത് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ കിം സ്റ്റാൻലി റോബിൻസൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 പ്രസിദ്ധീകരിച്ച എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ടി പത്മനാഭനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്? എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ടി പത്മനാഭനാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, ഗൗരി, അതേപോലെ കാലഭൈരവൻ എന്നീ കൃതികൾ രചിച്ചതാരാണ്? ടി പത്മനാഭനാണ്. അപ്പൊ സഖാവ് രചിച്ചതാരാണ്? ടി പത്മനാഭനാണ്, നമ്മൾ മുന്നേ പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം രചിച്ചതാണ് എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് തന്നെയാണ്? ടി പത്മനാഭനാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റു പുസ്തകങ്ങളാണ് ഇത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, ഗൗരി, കാലഭൈരവൻ തുടങ്ങിയ കൃതികളുടെ രചയിതാവ് ആര് തന്നെയാണ്? ടി പത്മനാഭനാണെന്ന് ഓർത്തിരിക്കുക. ഇനി
ദ സൈലന്റ് ഗ്രൂപ്പ് എ മിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോസി ജോസഫ് ആണ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ദ സൈലന്റ് ഗ്രൂപ്പ് എ മിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്റ്റേറ്റ് എന്ന പുസ്തകം ആരെഴുതിയതാണ്? ജോസി ജോസഫ് ആണ്. ഇദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 കേരള മീഡിയ അക്കാഡമിയുടെ ഗ്ലോബൽ മീഡിയ ബുക്ക് പ്രൈസ് ഈ കൃതിക്കാണ് ലഭിച്ചത്. ഏത് കൃതിക്കാണ്? നമ്മുടെ ദ സൈലന്റ് ഗ്രൂപ്പ് എ മിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്റ്റേറ്റിനാണ് ഏത് അവാർഡ് കിട്ടിയത്? 2023 കേരള മീഡിയ അക്കാഡമിയുടെ ഗ്ലോബൽ മീഡിയ ബുക്ക് പ്രൈസ് ലഭിച്ച കൃതിയാണ് ഈ പറഞ്ഞ ജോസി ജോസഫിൻ്റെ ദ സൈലന്റ് ഗ്രൂപ്പ് എ മിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്റ്റേറ്റ് എന്ന പുസ്തകം. ഇനി ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന ആത്മകഥ ആരുടേതാണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന ആത്മകഥ രചിച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന പുസ്തകം. ഇനി സാരസ്വതം ആരുടെ ആത്മകഥയാണ്? സാരസ്വതം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥയാണ്. ഇത് സാരസ്വതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാമണ്ഡലം സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MT വാസുദേവൻ നായരുടെ ഭാര്യയാണ്. MT വാസുദേവൻ നായരുടെ പത്നിയായ കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? സാരസ്വതം എന്ന് പറയുന്നത്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന എന്ന് പറയുന്നത് കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിലിന്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലിന്റെ പുസ്തകമാണ്. ആ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈയിടെ പ്രകാശനം ചെയ്തത് ഈശ്വര വഴക്കില്ലല്ലോ എന്ന കൃതി രചിച്ച ചലച്ചിത്ര താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സലീം കുമാർ ആണ്. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ആരുടെ എഴുതിയതാണെന്ന് ചോദിച്ചാൽ ആരാണ്? സലീം കുമാറിന്റെ പുസ്തകമാണ്. കനൽ വഴികളിലൂടെ എന്നത് ഏത് പ്രമുഖ നേതാവിൻ്റെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ സി ദിവാകരൻ്റെ ആത്മകഥയാണ്. കനൽ വഴികളിലൂടെ സി ദിവാകരൻ്റെ ആത്മകഥയാണ് എന്ത്? കനൽ വഴികളിലൂടെ എന്ന ആത്മകഥ. ഇനി അപ്പം ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ളത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആരായിരിക്കും? ഒരു സിനിമാ നടനാണെന്ന് ഓർത്തിരിക്കുക. ആരാണ്? സലീം കുമാറിൻ്റെയാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ള പുസ്തകം. ഇനി കനൽ വഴികളിലൂടെ എന്നത് ഏത് പ്രമുഖ നേതാവിൻ്റെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? സി ദിവാകരൻ്റെ ആത്മകഥയാണ്. ഇനി നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറി രചിച്ച മുൻ കേരള പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ എ ഹേമചന്ദ്രനാണ്. എ ഹേമചന്ദ്രൻ്റെ സർവീസ് സ്റ്റോറിയാണ് ഏത്? നീതി എവിടെ എന്ന പുസ്തകം. നീതി എവിടെ എന്ന പുസ്തകം എ ഹേമചന്ദ്രൻ്റെ സർവീസ് സ്റ്റോറിയാണെന്ന് ഓർത്തിരിക്കുക. മുൻ കേരള പോലീസ് മേധാവി ആയിരുന്നത് ഇതാണ് എ ഹേമചന്ദ്രൻ IPS. നീതി എവിടെ എന്താണ് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിൽ തട്ടിയ പോലീസ് അനുഭവങ്ങൾ എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് പുസ്തകം വന്നിരിക്കുന്നത്. അപ്പോൾ എ ഹേമചന്ദ്രൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക നീതി എവിടെ എന്ന പുസ്തകം. ഇനി ദ്രൗപദി മുർമു ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽ എന്ന പുസ്തകം രചിച്ചത് കസ്തൂരി റായ് ആണ്. ഇവരൊരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പം ദ്രൗപദി മുർമു ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽ എന്ന പുസ്തകം ലഭിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കസ്തൂരി റായ് ആണെന്ന് ഓർത്തിരിക്കുക. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. ഇതാണ് ആ പുസ്തകം. ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽ ആരാണ്? കസ്തൂരി റായ്. കസ്തൂരി റായ് ആരാണെന്ന് ചോദിച്ചാൽ മാധ്യമ പ്രവർത്തകയാണെന്ന് ഓർത്തിരിക്കുക. ഇനി മുകുന്ദേട്ടൻ്റെ കുട്ടികൾക്ക് എന്നത് ഏത് പ്രസിദ്ധ സാഹിത്യകാരൻ്റെ പ്രഥമ ബാലസാഹിത്യ കൃതിയാണ് എന്ന് ചോദിച്ചാൽ M മുകുന്ദൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്, മുകുന്ദേട്ടൻ്റെ. അപ്പോൾ മുകുന്ദേട്ടൻ്റെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത് ആരെഴുതിയതായിരിക്കും? മുകുന്ദേട്ടൻ എഴുതിയതായിരിക്കത്തില്ലേ? അപ്പം മുകുന്ദേട്ടൻ്റെ കുട്ടികൾക്ക് എന്ന പ്രഥമ ബാലസാഹിത്യ കൃതി എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ M മുകുന്ദനാണ്. ഒരുപാട് കൃതികൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഥമ ബാലസാഹിത്യ കൃതിയാണ് ഏതെന്ന് പറയുന്നത് മുകുന്ദേട്ടൻ്റെ കുട്ടികൾക്ക് എന്ന് പറയുന്ന കൃതി. ഇനി ഹെറിറ്റേജ് ട്രീസ് ഓഫ് ഗോവ വെൻ പാരലൽ ലൈൻസ് മീറ്റ് ഇത് രണ്ടും ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണ്. ഹെറിറ്റേജ് ട്രീസ് ഓഫ് ഗോവ വെൻ പാരലൽ ലൈൻസ് മീറ്റ് ഈ രണ്ട് പുസ്തകം ആരുടെയാണ്? PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക.
ഇനി അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നത് ഏത് സാഹിത്യകാരൻ്റെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ സേതുവിൻ്റെ ആത്മകഥയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് സേതുവിൻ്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആരുടെ നോവലാണ് അരുൾ? അരുൾ എന്ന് പറയുന്നത് CV ബാലകൃഷ്ണൻ്റെ നോവലാണ്. അരുൾ എന്ന് പറയുന്നത് CV ബാലകൃഷ്ണൻ നോവലാണ്. അപ്പോൾ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ഇത് സേതുവിൻ്റെ പുസ്തകമാണ്. സേതു എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ആത്മകഥ കാറ്റഗറി വരുന്ന പുസ്തകമാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആരുടെ നോവലാണ് അരുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CV ബാലകൃഷ്ണൻ്റെ നോവലാണ് ഇത് അരുൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാങ്കുരാതി മാങ്ങിയും ഷേക്സ്പിയറും മറ്റും എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? CV ബാലകൃഷ്ണനാണ്. എന്താണ്? മാങ്കുരാതി മാങ്ങിയും ഷേക്സ്പിയറും മറ്റും എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? CV ബാലകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. ഇനി വിവാദത്തെ തുടർന്ന് പ്രസിദ്ധീകരണം പിൻവലിച്ച ISRO ചെയർമാൻ്റെ പുസ്തകമാണ് ഏത്? നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന പുസ്തകം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന പുസ്തകം ISRO ചെയർമാനായ സോമനാഥിൻ്റെ പിൻവലിച്ച ആത്മകഥയാണ്. ഏതെന്ന് പറയുന്നത്? നിലാവ് കുടിച്ച സിംഹങ്ങൾ. അതിനകത്തിലെ കുറച്ച് പ്രസ്താവനകൾ വിവാദം ഉണ്ടാക്കിയതിനെ തുടർന്ന് എന്ത് ചെയ്തു? അത് പിൻവലിച്ച പുസ്തകമാണ്. ഏത്? നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പറയുന്നത് സോമനാഥിൻ്റെ ആത്മകഥ കാറ്റഗറി വരുന്ന പുസ്തകമാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ളതാണ്. അത് ഏത് നേതാവിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയെ കുറിച്ചുള്ള പുസ്തകമാണ്. അറിഞ്ഞതും അറിയാത്തതും എന്ന കൃതി ഏത് നേതാവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയുടെ ജീവിതമായിട്ട് ആസ്പദമാക്കി രചിച്ചതാണ്. ഇനി ഇത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാധ്യമപ്രവർത്തകനായ CP രാജശേഖരനാണ് ഈ ഒരു കൃതി രചിച്ചിരിക്കുന്നത്. അപ്പം അറിഞ്ഞതും അറിയാത്തതും എന്നത് രമേശ് ചെന്നിത്തലയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ്. ഈ കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ CP രാജശേഖരനാണെന്ന് ഓർത്തിരിക്കുക. CP രാജശേഖരനാണ്. ഇത് രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയല്ല. രമേശ് ചെന്നിത്തലയുടെ ജീവിതത്തെ ആസ്പദമാക്കി CP രാജശേഖരൻ രചിച്ച കൃതിയാണേത്? അറിഞ്ഞതും അറിയാത്തതും എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടിമമക്ക. അടിമമക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CK ജാനുവിൻ്റെ ആത്മകഥയാണ്. CK ജാനുവിനെ നമുക്കറിയാം, പട്ടികവർഗ നേതാവാണ്. ആദിവാസി സമൂഹത്തിൻ്റെ നേതാവാണ് ആര്? CK ജാനു എന്ന് പറയുന്നത്. അടിമമക്ക എന്നത് ഏത് നേതാവിൻ്റെ അല്ലെങ്കിൽ ഏത് ഗോത്ര നേതാവിൻ്റെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ CK ജാനുവിൻ്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. അടിമമക്ക. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, ആദിവാസി എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ പണ്ട് പണിയെടുപ്പിക്കുക അല്ലേ, ഒരുപാട് പണിയൊക്കെ എടുപ്പിച്ച് ഉപദ്രവിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അടിമകളെ പോലെ പണി എടുപ്പിച്ചിട്ടുള്ളവരാണ് അവർ. അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന ആൾ തന്നെയായിരിക്കും അത് എഴുതിയാന്ന് ഓർക്കുക. അടിമമക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. CK ജാനുവിൻ്റെ ആത്മകഥയാണേത്? അടിമമക്ക എന്ന് ഓർത്തിരിക്കുക. ഇനി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഈയിടെ പ്രകാശനം ചെയ്ത വാമൻ വൃക്ഷകല എന്ന കൃതി രചിച്ചത് ആര് തന്നെയാണ്? PS ശ്രീധരൻ പിള്ളയാണ്. PS ശ്രീധരൻ പിള്ള തന്നെയാണ് ഏത്? വാമൻ വൃക്ഷകല എന്ന നമ്മുടെ അടുത്തിടെ നമ്മുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ ആണ് എന്ത് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്. ഇത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ PS ശ്രീധരൻ പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ എന്ന പുസ്തകം രചിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ആണ്. അപ്പം നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ, അതായത് ശ്രീ ചിത്ര തിരുനാളിനെ കുറിച്ച് രചിച്ച പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ എന്ന് പറയുന്ന പുസ്തകം. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ആണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ആണ് നമ്മുടെ ശ്രീ ചിത്ര തിരുനാളിനെ കുറിച്ചുള്ള ഈ പുസ്തകം രചിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? PA മുഹമ്മദ് റിയാസ് ആണ്. PA മുഹമ്മദ് റിയാസ് ആണ്. ടൂറിസം മന്ത്രിയായ PA മുഹമ്മദ് റിയാസിന്റെ പുസ്തകമാണ് ഏത്? കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തിരിക്കാം. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം രചിച്ചത് നമ്മുടെ PA മുഹമ്മദ് റിയാസ് ആണെന്ന് ഓർത്തിരിക്കുക.
ഇനി ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഇത് നമ്മൾ വിയോഗങ്ങൾക്കകത്ത് ഓൾറെഡി പറഞ്ഞതാണ്, പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കൂടി വീണ്ടും ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് KT അഷ്റഫാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം എന്നുള്ള ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് KT അഷ്റഫാണെന്ന് ഓർത്തിരിക്കുക. ഇനി യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കൃതിയുടെ രചയിതാവ്, ഇത് നമ്മൾ വിയോഗങ്ങൾക്കകത്ത് പറഞ്ഞതാണ്, ഫാലി എസ് നരിമാൻ എന്ന ഭരണഘടനാ വിദഗ്ധനും മുതിർന്ന മുൻ അഭിഭാഷകനുമായിരുന്ന വ്യക്തിയാണ് ആര്? ഫാലി എസ് നരിമാൻ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കുകളിലൊന്നാണ് ഇത് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പുസ്തകം. അപ്പോൾ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം ആര് രചിച്ചതാണെന്ന് ചോദിച്ചാൽ ഫാലി എസ് നരിമാൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവാണ് SY ഖുറേഷിയുടെ പുസ്തകമാണ് ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി എന്ന പുസ്തകം രചിച്ചത് SY ഖുറേഷി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 JCB പുരസ്കാരം, ഇത് നമ്മൾ പുരസ്കാരങ്ങൾക്കകത്ത് പഠിച്ചതാണ്. അപ്പോൾ 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച ഫയർ ബേർഡ് എന്നത് ഏത് കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമാണെന്ന് ചോദിച്ചാൽ ആലണ്ട പാച്ചി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. ഇത് നമ്മുടെ ഫയർ ബേർഡ് എന്ന് പറയുന്ന 2023 JCB പുരസ്കാരം ലഭിച്ച പുസ്തകത്തിൻ്റെ ഇനി ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് നോക്കിയാൽ ആരാണ്? നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു വ്യക്തി തന്നെയാണ്, പെരുമാൾ മുരുകൻ്റെ ആലണ്ട പാച്ചി എന്ന പുസ്തകം ജനനി കണ്ണനാണ് എന്ത് ചെയ്തത്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ ഒരു പുസ്തകത്തിനാണ് എന്ത് കിട്ടിയത്? 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജനനി കണ്ണനാണെന്ന് ഓർത്തിരിക്കുക. യഥാർത്ഥ കൃതിയുടെ പേര് ആലണ്ട പാച്ചിയാണ്. ഇത് രചിച്ച വ്യക്തി പെരുമാൾ മുരുകനാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച ഫയർ ബേർഡ് ഏത് കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെയാണ്? ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമാണെന്ന് ഓർത്തിരിക്കുക. രചിച്ചത് പെരുമാൾ മുരുകനാണെന്നും ഓർത്തിരിക്കുക. ഇനി KM മാണിയുടെ ആത്മകഥ എന്താണ്? ആത്മകഥയാണ്. KM മാണിയുടെ ആത്മകഥ എന്ന പുസ്തകമാണ്. ഓക്കെ. ഇനി VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നത്. VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഓക്കെ. അപ്പം ഇത് ഏത് നേതാവിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചാണെന്ന് വേണേൽ ചോദിക്കാം. VS അച്യുതാനന്ദൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിറന്നാളിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി. അപ്പോൾ ഈ പറയുന്ന ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് ഒരു സമര നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 100 വർഷം. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനത്തിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇനി ഇത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ KV സുധാകരനാണ് ഇത് രചിച്ചത്. KV സുധാകരനാണ് ഒരു സമര നൂറ്റാണ്ടെന്നുള്ള VS അച്യുതാനന്ദൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ രചയിതാവെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ സമ്മർ, ഹങ്കർ എന്നീ പ്രശസ്ത കൃതികൾ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയന്ത മഹാപാത്രയുടെ ആണ്. ഇദ്ദേഹത്തെ നമ്മൾ വിയോഗങ്ങൾക്കകത്ത് പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികൾ കൂടിയുണ്ട്. അതായത് ഇന്ത്യൻ സമ്മറും അതേപോലെ തന്നെ ഹങ്കറും. ഇത് ആരുടെ കൃതികളാണെന്ന് ചോദിച്ചാൽ ജയന്ത മഹാപാത്രയുടെ കൃതികളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നഗ്നനായ കൊലയാളിയുടെ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് K വിശ്വനാഥ്. നഗ്നനായ കൊലയാളിയുടെ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് K വിശ്വനാഥനാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ വിയോഗങ്ങളിൽ പഠിച്ചതാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി ഉമ്മൻചാണ്ടിയുടെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ ഗുൽസാരി, പോരാട്ടത്തിൻ്റെ ദിനങ്ങൾ, മറുപടിയില്ലാത്ത കത്തുകൾ, ചങ്ങല ഒരുങ്ങുന്നു. ഇതൊക്കെ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ആരുടെ പുസ്തകമാണ്? ഉമ്മൻചാണ്ടിയുടെ പുസ്തകമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അദ്ദേഹം അന്തരിച്ച പ്രമുഖ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ ഗുൽസാരി, പോരാട്ടത്തിൻ്റെ ദിനങ്ങൾ, മറുപടിയില്ലാത്ത കത്തുകൾ, അതേപോലെ തന്നെ ചങ്ങല ഒരുങ്ങുന്നു. ഇത് ഇത്രയും ആരുടെ കൃതിയാണ്, ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ എഴുതിയത്
പ്രിയ AS ആണ്. ഇത് നമ്മൾ പുരസ്കാരങ്ങൾക്കകത്ത് പഠിക്കുന്നതാണ്, ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചത് പ്രിയ AS ആണെന്ന് ഓർത്തിരിക്കുക. പ്രിയ AS ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രണവ് മൈ ഫാദർ എ ഡോട്ടർ റിമെമ്പേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരായിരിക്കും? പ്രണബ് കുമാർ മുഖർജിയുടെ മകളായ ശർമിഷ്ഠ മുഖർജി രചിച്ച പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? പ്രണവ് മൈ ഫാദർ എ ഡോട്ടേഴ്സ് റിമെമ്പേഴ്സ് എന്ന് പറയുന്നത് ശർമിഷ്ഠ മുഖർജിയുടെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഫിനിഷ് ദ ജോബ് ബട്ട് ഡു ഇറ്റ് കൈൻഡ്ലി എന്നത് അരുന്ധതി റോയുടെ പുസ്തകമാണ്. ഫിനിഷ് ദ ജോബ് ബട്ട് ഡു ഇറ്റ് കൈൻഡ്ലി എന്നത് അരുന്ധതി റോയുടെ പുസ്തകമാണ്. അരുന്ധതി റോയുടെ മറ്റൊരു പുസ്തകമാണ് ആസാദി എന്ന പുസ്തകം. ആസാദി എന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാലും ആരുടെയാണ്? അരുന്ധതി റോയുടെ പുസ്തകമാണ്. അപ്പോൾ ഫിനിഷ് ദ ജോബ് ബട്ട് ഡു ഇറ്റ് കൈൻഡ്ലി എന്നത് അരുന്ധതി റോയുടെ പുസ്തകമാണ്. അതേപോലെ തന്നെ അരുന്ധതി റോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ആസാദി എന്ന പുസ്തകം എന്ന് ഓർത്തിരിക്കുക. ഇനി M കുഞ്ഞാമൻ്റെ ആത്മകഥ എതിര്. ഓൾറെഡി നമ്മൾ വിയോഗങ്ങൾക്കകത്ത് പഠിച്ചതാണ്, അപ്പോഴും ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ M കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? എതിര് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ആത്മകഥ കാറ്റഗറി വരുന്ന പുസ്തകമാണ് എതിര്. എതിര് ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാം. M കുഞ്ഞാമൻ്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ്. ഏതെന്ന് പറയുന്നത്? നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ആര് രചിച്ച പുസ്തകമാണെന്ന് ചോദിച്ചാൽ സൽമാൻ റുഷ്ദി രചിച്ച പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അരുന്ധതി റോയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇത് ഫിനിഷ് ദ ജോബ് ബട്ട് ഡു ഇറ്റ് കൈൻഡ്ലിയും ആസാദി എന്ന പുസ്തകവും. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന മുന്നാണ് കേട്ടോ, വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? അതിജീവനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മുൻ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ എന്താണ് ആത്മകഥ കാറ്റഗറി വരുന്ന പുസ്തകമാണ് ഇത് അതിജീവനം എന്ന് പറയുന്നത്. അതിജീവനം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇതും. നമ്മുടെ കേരളത്തിൻ്റെ വിവരാവകാശ കമ്മീഷണറായിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? അതിജീവനം എന്ന് ഓർത്തിരിക്കുക. ഇനി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം ആര് രചിച്ചതാണെന്ന് ചോദിച്ചാൽ അത് S ജയശങ്കർ രചിച്ച പുസ്തകമാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ S ജയശങ്കർ രചിച്ച പുസ്തകമാണ് ഏത്? വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം. വൈ ഭാരത് മാറ്റേഴ്സ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് S ജയശങ്കർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചത് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ കാറ്റഗറി വരുന്ന പുസ്തകമാണിതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അമിതാഭ് കാന്ത് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ, നല്ല ചോദ്യമാണ് അതും. അപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അമിതാഭ് കാന്ത് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം സംസ്ഥാനത്തെ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? അതിജീവനം എന്ന് പറയുന്നത്. വൈ ഭാരത് മാറ്റേഴ്സ് എന്നുള്ളത് S ജയശങ്കറിന്റെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുസ്തകമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം അമിതാഭ് കാന്തിൻ്റെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ഇനി തകർച്ച. തകർച്ച എന്ന് പറയുന്നത് നമ്മൾ വിയോഗങ്ങൾക്കകത്ത് പഠിച്ചതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യം, ഈ P വത്സലയുടെ നോവലും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ തകർച്ച എന്നത് ആരുടെ നോവലാണെന്ന് ചോദിച്ചാൽ ആരുടെ നോവലാണ്? P വത്സലയുടെ നോവലാണ്. ഇമ്പോർട്ടൻസ്, P വത്സലയുടെ ആദ്യത്തെ നോവലാണ് ഏതെന്ന് പറയുന്നത്? തകർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഡൊക്കെ ഇട്ട് പറഞ്ഞായിരുന്നു തകർച്ചയിലൂടെയാണ് എഴുതി തുടങ്ങിയതെന്നൊക്കെ. അപ്പോൾ തകർച്ച എന്നത് ആരുടെ ആദ്യ നോവലാണെന്ന് ചോദിച്ചാൽ P വത്സലയുടെയാണ്. ഇതം പാരമിതം എന്ന നോവൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് VG തമ്പിയുടെയാണ്. ഇതം പാരമിതം, ഇതം പാരമിതം എന്ന നോവൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? VG തമ്പിയുടെ നോവലാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് മിലൻ കുന്ദേരയുടെ കൃതികളും പറഞ്ഞതാണ് വിയോഗങ്ങൾക്കകത്ത്. വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തതാണ്. അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്, ദ ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫർഗെറ്റിംഗ്, ദ ജോബ്, ലൈഫ് ഈസ് എൽസ്വെയർ,
ഇമ്മോർട്ടാലിറ്റി എന്നിവ ഇത്രയും കൃതികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആരുടെ കൃതികളാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? മിലൻ കുന്ദേരയുടെ കൃതികളാണെന്ന് ഓർത്തിരിക്കുക. മിലൻ കുന്ദേരയുടെ കൃതികളാണ്. ഇതം ഭാരമിതം എന്ന നോവൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? വി.ജി. തമ്പിയുടെ നോവലാണെന്ന് ഓർത്തിരിക്കുക. തകർച്ച എന്ന് പറയുന്നത് പി. വത്സലയുടെ ആദ്യത്തെ നോവലാണ്. ഇനി ആരുടെ പുസ്തകമാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ? തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറഞ്ഞാൽ ഡാനിയൽ കാനിമാൻ്റെ പുസ്തകമാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്നത്. ഇനി ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന് പറയുന്ന പുസ്തകം. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന പുസ്തകം ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. ഇനി താപം എന്ന ചെറുകഥാ സമാഹാരം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി.എൻ. പ്രകാശിൻ്റെയാണ്. ടി.എൻ. പ്രകാശിൻ്റെയാണ് താപം എന്ന ചെറുകഥാ പുസ്തകം. അപ്പോൾ ഇദ്ദേഹം റീസെൻ്റ്ലി അന്തരിച്ച വ്യക്തിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ പുസ്തകം കൂടി എടുത്തത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വിയോഗങ്ങൾക്ക് അത് പറഞ്ഞ കുറച്ച് പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് മിസ്സായിട്ടുള്ളവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പുസ്തകങ്ങൾ അല്ലെ കൃതികൾ, റീസെൻ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആത്മകഥാ കാറ്റഗറി വരുന്ന കുറേ പുസ്തകങ്ങളുണ്ട്, അടുത്തിടെ അന്തരിച്ച ആൾക്കാരുടെ പുസ്തകങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.